നമസ്കാരം. തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലും ഇത്തവണ താമരയുടെ തണ്ടൊടിയുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുക്കുന്ന നിലയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാട് വിജയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വടകരയിൽ P. ജയരാജന് നേരിയ മുൻതൂക്കമെന്നും പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടം നടന്ന തിരുവനന്തപുരം, വയനാട്, വടകര മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂർ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 1.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടാകും. CPM അഭിമാന പോരാട്ടം നടത്തുന്ന വടകരയിൽ P. ജയരാജന് നേരിയ മുൻതൂക്കമാണുള്ളത്. ഇവിടെ കഷ്ടിച്ച് 1000 വോട്ടിന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ തോൽക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ പ്രവചനമുണ്ടായിരിക്കുന്നത്. NDAയുടെ കുമ്മനം രാജശേഖരനും LDFന്റെ C. ദിവാകരനും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും തരൂരിന് വെല്ലുവിളി കൊടുത്തിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തിന് പാർട്ടി പിന്തുണ ഉറപ്പാക്കിയത് ശശി തരൂർ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. AICC പ്രതിനിധി നാനാ പട്ടോളെ നേരിട്ടെത്തിയാണ് തരൂരിന് വേണ്ടി പ്രവർത്തനം നടത്തിയത്. 1305 ബൂത്തുകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിൽ തരൂരിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും ഹിന്ദു നാടാർ സമുദായവും മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളുമാണ് തരൂരിന് വിജയം ഉറപ്പിക്കുകയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് C. ദിവാകരനെയും കുമ്മനം രാജശേഖരനെയും പിന്തള്ളിക്കൊണ്ട് ഹാട്രിക് വിജയമായി ശശി തരൂർ വീണ്ടും മുന്നിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കുമ്മനം രാജശേഖരനും C. ദിവാകരനും നല്ല രീതിയിൽ വോട്ട് പിടിച്ചാലും വിജയം തരൂരിന് സുനിശ്ചിതമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.